അപമാനിക്കുന്നവരെ കൊണ്ട് തന്നെ അഭിമാനം എന്ന് പറയിക്കണം. കൈ ഓങ്ങിയവരെ കൊണ്ട് തന്നെ കൈയടിപ്പിക്കണം. അവനാണ് ബുദ്ധിമാൻ, അവനാണ് ശക്തൻ. ഓശാന തിരുനാളിൽ ഇതാണ് സംഭവിച്ചത്. യോഹന്നാൻ സുവിശേഷം 10-ാം അധ്യായം 31-ാം വാക്യത്തിൽ യഹൂദർ യേശുവിനെ എറിയാൻ വീണ്ടും കല്ലുകളെടുത്തു. യേശു ജോർദാന്റെ മറുകരയിലേക്ക് പിൻവാങ്ങി. ആ ജനം തന്നെ സൈത്തിൻ കൊമ്പുകൾ ഉയർത്തിയും പ്രാർത്ഥനയോടെയും വസ്ത്രങ്ങൾ വിരിച്ചും കഴുതപ്പുറത്തേറിയ യേശുവിനെ ജയ് വിളിച്ച് സ്വീകരിക്കുന്നു. അവരൊരു ഭൗമിക രാജാവിന് വേണ്ടി ജയ് വിളിക്കുന്നു. എന്നാൽ യേശു അവരെ നയിച്ചത് ദേവാലയത്തിലേക്കാണ്. ഞാൻ ഈ ലോകത്തിൻ്റെ രാജാവല്ല, ഞാൻ സ്വർഗീയ രാജാവാണ്, മാനവരാശിയുടെ മുഴുവൻ രാജാവാണെന്ന് യേശു നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ഓശാനയിൽ. ഇന്ന് ഒരു തിരിച്ചറിവോടെ ഈ ഓശാന നമുക്ക് ആഘോഷിക്കാം. രക്ഷിക്കാൻ ഒരു ദൈവമുണ്ടെന്നും രക്ഷിക്കണേ എന്ന് കണ്ണുനീരോടെ നിലവിളിക്കാൻ ഒരു മനസ്സുണ്ടെങ്കിൽ രക്ഷ ഉറപ്പാണെന്നും ഓർത്തുകൊണ്ട് നമുക്കും വിളിക്കാം അത്യുന്നതങ്ങളിൽ ഹോസാന, കർത്താവിന് ഹോസാന.